മക്കളെ, ഈ അവസാന സമയം എന്നെക്കൊണ്ട് ഡോക്ടറാവാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടോ? നീറ്റ് എക്സാം എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടോ? മോക്ക് എക്സാംസിൽ നിങ്ങൾ വിചാരിച്ച മാർക്ക് കിട്ടാതെ പോകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ കഥ നിങ്ങൾക്കുള്ള. മക്കളെ, ഞാനിപ്പം ഒരു കുഞ്ഞു കഥ പറയാം, നിങ്ങൾ കേൾക്കണം. ഉറപ്പായിട്ടും ഇത് അവസാനം വരെ നിങ്ങൾ കേൾക്കണം. ഇനി ഒരിക്കലും നിങ്ങൾക്ക് നീറ്റ് കിട്ടില്ല എന്നുള്ളൊരു ചിന്ത ഉണ്ടാവില്ല. നിങ്ങളെക്കൊണ്ട് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾക്കൊരു ചിന്ത ഉണ്ടാവില്ല. കാരണം ഇപ്പോഴും 2 മാസം നമ്മുടെ മുന്നിൽ ബാക്കിയുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി പറഞ്ഞൊരു കഥയാണ്. അതായത് ആ കുട്ടിക്ക് കോൺഫിഡൻസ് കിട്ടിയ ഒരു ചെറിയൊരു കഥ. അതായത് എന്നും ചിലപ്പോൾ നിങ്ങളൊക്കെ രാത്രി 2 മണി വരെ 3 മണി വരെയൊക്കെ ഉറക്കമൊഴിച്ചിരുന്ന് പഠിക്കുന്ന മക്കളായിരിക്കും. ചിലപ്പോൾ പഠിച്ചെല്ലാം കഴിഞ്ഞിട്ടും അവസാന സമയം അയ്യോ വീണ്ടും അതാ തീർന്നില്ലല്ലോ, ഇത് തീർന്നില്ലല്ലോ, കുറച്ച് നേരം കൂടി ഇരിക്കുക, അങ്ങനെയൊക്കെ സമയം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നവരായിരിക്കും. നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഒരു ആ മോളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരം രാത്രി 2-2:30 മണിയായിട്ടും ഉറങ്ങാതെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരങ്ങൾ കഴിഞ്ഞു, ഒരു 3 മണിയോടൊക്കെ അടുത്ത സമയത്ത് ആ വീട്ടിലെ ആ കുട്ടിയുടെ അച്ഛൻ ഡോറ് തുറന്ന് പുറത്ത് വരുന്ന സമയത്ത് ഈ കുട്ടിയുണ്ട് ആ ടേബിളിൽ അങ്ങനെ തന്നെ ഈ പേനയൊക്കെ ഇങ്ങനെ പിടിച്ച് അങ്ങനെ തന്നെ ഉറങ്ങിപ്പോയിട്ടുണ്ട്. ബുക്കിൽ തന്നെ അങ്ങനെ തല ചായച്ച് ഇങ്ങനെ കിടക്കുകയാണ്. അച്ഛൻ വന്നിട്ട് ടേബിൾ ലാമ്പിൻ്റെ പ്രസൻസിലാണ് കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും അച്ഛൻ വന്നിട്ട് ലൈറ്റ് ഒന്ന് കുറച്ചു. കുട്ടി പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അച്ഛനോട് ചോദിച്ചു, അയ്യോ അച്ഛൻ ഞാൻ ഉറങ്ങിപ്പോയല്ലേ, ഞാൻ എപ്പോഴാണ് ഉറങ്ങിയെന്നറിയില്ല, ഞാൻ 2:30 മണി വരെയൊക്കെ അച്ഛൻ ഞാനിരുന്ന് പഠിക്കണ്ടായിരുന്നു, പക്ഷേ എന്തോ എനിക്ക് അച്ഛൻ പറഞ്ഞു പെട്ടെന്ന് തന്നെ മോളെ വന്നിട്ട് കിടക്കാൻ നോക്ക്, സമയം കുറേ ആയി. ഇല്ല അച്ഛൻ, എനിക്ക് ഒരു ചാപ്റ്ററും കൂടെ തീർക്കാനുണ്ട്, ഞാൻ കുറച്ച് നേരം കൂടെ വായിക്കട്ടെ. അപ്പോൾ വീണ്ടും മോളിങ്ങനെ വെപ്രാളപ്പെട്ട് ബുക്ക് എടുത്ത് വെക്കാൻ നോക്കുന്ന സമയത്ത് ആൾ പറഞ്ഞു, മോളെ എന്തിനാ ഇങ്ങനെ ടെൻഷനാവുന്നത്, വന്ന് കിടക്കാൻ നോക്ക്. അപ്പോൾ പറഞ്ഞു, അച്ഛാ ഞാൻ ഈ എക്സാമിൽ മത്സരിക്കാൻ പോകുന്ന ലക്ഷക്കണക്കിന് ആളുടെ അടുത്തല്ലേ അച്ഛൻ, എനിക്ക് നല്ല പേടിയുണ്ട്, എനിക്ക് കിട്ടൂല തോന്നുന്നു. ഇത് പറഞ്ഞ മോളെ കൂട്ടിക്കൊണ്ട് അച്ഛൻ മെല്ലെ പുറത്തേക്ക് ഇറങ്ങിയിട്ടേ അച്ഛൻ നേരെ ആകാശത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചു. ആകാശത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു, മോളെ നോക്ക്, കുറേ നക്ഷത്രങ്ങളെ കാണാൻ പറ്റുന്നില്ലേ? മോള് പറഞ്ഞു, ആ അച്ഛൻ കാണാൻ പറ്റുന്നുണ്ട്. ആ നക്ഷത്രങ്ങൾ നമ്മൾ ആരൊക്കെ ആ നക്ഷത്രത്തിനെ നോക്കിയിട്ട് നമ്മളതിൽ നിന്ന് എവിടുന്ന് പ്രകാശം കൂടുന്നു എവിടുന്ന് പ്രകാശം കുറയുന്നു നോക്കിയിട്ടല്ല അവർ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെന്നും അങ്ങനെ പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. അല്ലാതെ ആരതിനെ നോക്കിക്കാണുന്നു എന്ന് ആ നോക്കിക്കാണുന്ന ആളെ നോക്കിയിട്ടല്ല അവരൊരിക്കലും പ്രകാശിക്കുന്നത്. അതുപോലെ ആവണം മോളെ നമ്മൾ ഓരോ ആളുകളും. ഇപ്പോഴും മനസ്സിലാവാത്ത മക്കളോട് ഞാനത് കറക്റ്റായിട്ടും പറഞ്ഞുതരാം. നമ്മളൊരിക്കലും ടെൻഷൻ അടിച്ചുകൊണ്ടല്ല പഠിക്കേണ്ടത്. നിങ്ങൾ ടെൻഷൻ അടിച്ചുകൊണ്ട് ഇത്രയും ആളുകളോട് മത്സരിക്കില്ലേ, ഞാൻ എങ്ങനെ മുന്നിലെത്തുമെന്ന് ചിന്തിക്കുന്നതിന് പകരം മക്കളെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നാളെ ഒരു ഹോസ്പിറ്റലിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും പറ്റിയിട്ട് കരയുന്ന ഒരു മോന് അല്ലെങ്കിൽ ഒരു മോൾക്ക്, അവൾക്ക് ആ സമയത്ത് അവരുടെ കൈ പിടിക്കാൻ ഒരു ദൈവത്തിനോളം കെൽപ്പുള്ള ഒരാളായിട്ട്, അതായത് ദൈവത്തിൻ്റെ കൈകളായിട്ട് നാളെ നിങ്ങളുടെ കൈകൾ ആക്ട് ചെയ്യുമ്പോൾ, ആ ഡോക്ടറിനുള്ള വാല്യൂ നിങ്ങൾക്ക് ഉണ്ടാവുമ്പോൾ, നാളെ ആരുടെങ്കിലും ഒരാളുടെ കണ്ണുനീരൊപ്പാൻ നിങ്ങളെന്ന ഡോക്ടറിന് സാധിക്കുന്നുണ്ടെന്നാണെങ്കിൽ മക്കളെ അതിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ പരിശ്രമം. അല്ലാതെ നമ്മൾ എവിടെയെങ്കിലും തോറ്റുപോകുമെന്ന് ഓർത്ത് നമ്മൾ ടെൻഷൻ ആവുന്നതിന് പകരം നമ്മുടെ ഉള്ളിലുള്ള ചിന്ത നമ്മൾ സെർവ് ചെയ്യാൻ പോകുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. നാളെ ആദ്യമായിട്ട് നിങ്ങൾ രക്ഷപ്പെടുത്തിയ ഒരാളുടെ അയാളും അയാളുടെ കുടുംബവും നിങ്ങളുടെ മുന്നിൽ വന്ന് കൈകൂപ്പിയിട്ട് നിങ്ങളെന്ന ഡോക്ടറിനെ കാണുമ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷമായിരിക്കണം നിങ്ങളുടെ ഉള്ളിലുണ്ടാവുന്നത്. ഈ വൈറ്റ് കോട്ടും സ്റ്റെത്തും ഇട്ടിട്ട് എൻ്റെ മക്കൾ പോയി നിൽക്കുമ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങൾ പടച്ചോന് തുല്യാവുന്ന ഒരു നിമിഷമുണ്ട്. അവരുടെ പ്രിയപ്പെട്ട ആളുകളുടെ ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു നിമിഷമുണ്ട്. അവരുടെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ആശ്വാസ വാക്കുകളിലൂടെ അവർക്കൊരു ജീവനെ തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ ആ ഡോക്ടറിനെ ആയിരിക്കണം നിങ്ങൾ എപ്പോഴും കാണുന്നത്. നിങ്ങളെന്ന ഡോക്ടറിനെ നിങ്ങൾക്ക് കാണാൻ പറ്റണം. ഇതാണ് അച്ഛൻ മോളോട് പറഞ്ഞത്. മോളെ, നീ എന്ന ഡോക്ടറിനെ നിനക്ക് കാണാൻ പറ്റണം. മറ്റുള്ള ആളുകളുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും മനസ്സിലാക്കി അവരുടെ കണ്ണീരൊപ്പം പറ്റുന്ന, അവിടെ ഒരാൾ ജീവന് വേണ്ടി മല്ലിടുമ്പോൾ ആ ജീവനെ രക്ഷിക്കുന്ന ഡോക്ടറാവുന്നതായിരിക്കണം നിങ്ങളുടെ സ്വപ്നം. മക്കളെ, നിങ്ങളോട് ഇത് തന്നെയാണ് പറയാനുള്ളത്. ആ ഒരു സ്വപ്നം എൻ്റെ മക്കൾ കാണുന്നുണ്ടെന്നാണെങ്കിൽ ഇന്ന് നിങ്ങൾ ഈ ഉറക്കൊഴിഞ്ഞ് പഠിക്കുന്ന ഓരോ ദിവസങ്ങളിലും നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിച്ചല്ല പഠിക്കുക. എനിക്ക് നീറ്റ് കിട്ടുമോ, ഞാൻ ഡോക്ടർ ആവുമോ എന്നല്ല ചിന്തിക്കേണ്ടത്. നിങ്ങൾ നാളെ നിങ്ങൾ രക്ഷപ്പെടുത്തുന്ന ഓരോ ആളുകളുടെയും ഈ സൊസൈറ്റീനെ നിങ്ങൾ സെർവ് ചെയ്യുന്ന ഓരോ ദിവസങ്ങളും എൻ്റെ മക്കളുടെ മനസ്സിൽ കാണാൻ പറ്റണം. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് അച്ഛൻ ആ മോളെ കൊണ്ട് ഉള്ളിലേക്ക് പോയിട്ട് മോളോട് പറഞ്ഞു, എനിക്ക് കുറച്ച് നേരം കിടക്കാം. ആ അച്ഛാ, എനിക്കൊന്ന് ഉറങ്ങണം, രാവിലെ എനിക്ക് എഴുന്നേൽക്കണം, എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ കുറേ ചെയ്ത് തീർക്കാനുണ്ട്. അച്ഛൻ ഞാൻ എന്തായാലും ഡോക്ടറാവും, അച്ഛൻ ടെൻഷൻ ആവണ്ട. ആ മോളുടെ ആ ഒരു സംസാരത്തിൽ ആ ഒരു നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു. കാരണം എന്നെക്കൊണ്ട് ഇത് പറ്റും, ഞാനിത് വാങ്ങിച്ചെടുക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം ആ കുട്ടിയുടെ ഉള്ളിൽ ഒരു കാര്യം ആ കുട്ടി ഉറപ്പിച്ചു, ഇതൊരിക്കലും അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് മാത്രമല്ല ഞാനിത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, നാളെ എന്നെ കാത്തിരിക്കുന്ന, ഞാനെന്ന ഡോക്ടറിനെ കാത്തിരിക്കുന്ന ഒരു വലിയൊരു സമൂഹം എൻ്റെ ചുറ്റിലുമുണ്ട്.
അവർക്ക് വേണ്ടിയിട്ട്, ആ ആളുകൾക്ക് വേണ്ടിയിട്ട്, അവിടെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഉള്ളിൽ ഏറ്റവും നല്ലൊരു ഡോക്ടറാവാൻ, ദൈവത്തിന് തുല്യമായിട്ട് മാറാൻ എന്നെക്കൊണ്ട് പറ്റുമെന്നാണെങ്കിൽ അതാണ് എനിക്ക് വേണ്ടിയിട്ട് പടച്ചവനെ ഏൽപ്പിച്ചേക്കുന്ന ഏറ്റവും വലിയ കടമ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കാനും അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനും ആ കുട്ടിക്ക് സാധിച്ചു എന്നുള്ളതാണ് സത്യം. ഇന്ന് ഏറ്റവും നല്ലൊരു മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ പോകുന്ന കുട്ടികളോടാണ് ഞാനിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മെയ് 3-ാം തീയതിയിൽ ഇതുപോലെ തന്നെ നിങ്ങളുടെ പേന ഏറ്റവും നല്ല രീതിയിൽ നാളത്തെ ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുന്ന കൈകൾക്ക് ഇന്ന് ബലം കൊടുക്കാൻ ഇന്ന് ഈ പേന ഉണ്ട്. മക്കൾ, ഈ പേന ആഞ്ഞു പിടിക്കുക. നിങ്ങൾക്കെല്ലാം നിങ്ങൾ പഠിച്ച എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയിലും വൃത്തിയിലും നിങ്ങൾക്ക് OMR ബബിൾ ചെയ്യാൻ പറ്റട്ടെ. എല്ലാ പ്രാർത്ഥനകളും. ഓൾ ദി ബെസ്റ്റ് മക്കളെ.